Jesus, the reason for the season. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആഘോഷിക്കുന്നതായ ഒരു ആചാരമാണ് അല്ലെങ്കിൽ ഉത്സവമാണ് ക്രിസ്മസ് എന്നുള്ളത്. ക്രിസ്മസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പല ആളുകളും വ്യത്യസ്തമായ രീതിയിലാണ് ആഘോഷിക്കാറ്. യേശുക്രിസ്തു ഡിസംബർ 25 ജനിച്ചു എന്നുള്ളത് നമുക്ക് സ്പഷ്ടമായിട്ട് പറയുവാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ളത്. കാരണം വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നൽകുന്നു. ലോക ചരിത്രത്തെ രണ്ടാക്കി വിഭജിച്ചത് യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. BC എന്നും AD എന്നും വിഭജിച്ചു. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളതിന് യാതൊരു വിധത്തിലായ തർക്കങ്ങൾക്ക് സ്വാധീനമില്ല. യേശുക്രിസ്തുവിൻ്റെ ജനനം വ്യത്യസ്തമായ രീതിയിൽ പല ആളുകളും ആഘോഷിക്കാറുണ്ട്. ചില ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നു, അത് ധരിക്കുന്നു. ആ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ ആ ദിവസം ആരാധനാലയത്തിൽ ആരാധനയ്ക്കായിട്ട് കടന്നു പോകുന്നത്. ചില ആളുകൾക്ക് വിനോദസഞ്ചാരങ്ങൾ നടത്തുക എന്നുള്ളത്, അവർ കാണാൻ കഴിയാത്തതായ അല്ലെങ്കിൽ കാണാൻ പോകാത്തതായ സ്ഥലങ്ങളിൽ കടന്നു നിന്നുകൊണ്ട് കുടുംബമായിട്ട് സമയം അവർ ചെലവഴിക്കുന്നു. അങ്ങനെയാണ് അവർ ക്രിസ്മസ് ആഘോഷിക്കാറ്. ചില ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കേക്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അനേകർക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്ത് ചില ആളുകൾ ക്രിസ്മസ് ആചരിക്കാറുണ്ട്. ചില ആളുകൾ ക്രിസ്മസ് ആചരിക്കുന്നവർ അവരുടെ ബന്ധുമിത്രാദികളുടെ വീടുകളിൽ പോയി സമയം ചെലവഴിക്കുകയും അവരുമായി കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തുകൊണ്ട് അവരെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. എന്നാൽ എങ്ങനെ ആഘോഷിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് യേശുക്രിസ്തുവിനോട് കൂടെ യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുക എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകം ബൈബിളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ആ ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പ്രബോധിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയും യേശുക്രിസ്തുവിന് എന്ത് പേരിടണമെന്ന് അതിനകത്ത് രേഖപ്പെടുത്തുകയും ചെയ്തു. എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം ചോദിച്ചാൽ, യോസഫിനും മറിയയ്ക്കും യേശുക്രിസ്തു എന്ത് പേരിടണം എന്നുള്ള കുറിച്ച് ഒരു ആകുല ചിന്തയുമില്ലായിരുന്നു. കാരണം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ യേശുക്രിസ്തുവിൻ്റെ പേര് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് കഴിയുന്നു. അവൻ മനുഷ്യരാശിയെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേരപ്പെടണം. അപ്പോൾ യോസഫിനും മറിയയ്ക്കും യാതൊരു വിധത്തിലായ ആകുല ചിന്തയോ ഭാരമോ ഇല്ലായിരുന്നു യേശുവിനെ പേരിടുവാനായിട്ട്. എന്നാൽ ഈ 1-ാം അധ്യായം, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലെ ഒരു വാക്യം ഇപ്രകാരം വായിക്കുകയാണ്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേർ വിളിക്കും. ഇമ്മാനുവൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതായ അർത്ഥം, ചില അർത്ഥങ്ങൾ കൂടെ ഇമ്മാനുവൽ എന്ന പദത്തിന് നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1-ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മാനവരാശിക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദത്തം എന്ന് ചോദിച്ചാൽ, ഞാനോ ലോകാവസാനത്തോളം കാലം നിങ്ങളോടുകൂടെ വസിക്കും, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയുമില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ളതായ ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അത് എങ്ങനെയാണ്? ദൈവം നമ്മോടുകൂടി ഇരിക്കുകയാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ഈ ലോകത്തിൽ അവസാനിച്ച് തൻ്റെ വന്നതിൻ്റെ ഉദ്ദേശം നിവർത്തിച്ചതിന് ശേഷം, അല്ലെങ്കിൽ കാൽവരിയിൽ ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുകയും ചെയ്തതിനു ശേഷം താൻ വന്ന പരലോകത്തിലോട്ട് യേശു കടന്നു പോകുന്ന സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം, ഒരു വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളത്. എത്രയോ ആസ്വാദ
ആശ്വാസവും സന്തോഷകരവുമാകുന്ന ഒരു സന്ദേശമാണ് യേശു ക്രിസ്തു കൊടുത്തത്. ഞാൻ നിങ്ങളെ വിടുകയില്ല, അനാഥരായി വിടുകയില്ല, ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ വാക്തത്വം ശിഷ്യന്മാർ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ അനേക വൻകരകളിൽ പോയി യേശു ക്രിസ്തുവിന് മാറ്റമില്ലാത്ത സുവിശേഷം അവർ അറിയിച്ചത്. അപ്പോൾ ഇമ്മാനുവേൽ വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വേറെ ആരുമില്ലെങ്കിലും നമുക്ക് ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. കാരണം എന്താ ചോദിച്ചാൽ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കുവാൻ സമർത്ഥനായവനാണ്. ഇന്ന് അനേകർ നിങ്ങളോട് അനേക വാഗ്ദത്തങ്ങൾ നൽകി കാണും. നിങ്ങൾ പോയിക്കോ, ധൈര്യമായി പോയിക്കോ, ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ പഠിക്കാനായിട്ട് പോയിക്കോ, നിങ്ങളുടെ ഫീസെല്ലാം ഞാൻ കെട്ടാം എന്നെല്ലാം പറഞ്ഞവർ പലരും അവർ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറി പോവുകയോ അവർ തോൽവി അടയുകയോ ചെയ്തു. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തത്തിൽ നിന്ന് ഒരു നാളും ദൈവം മാറുകയില്ല. ആ വാഗ്ദത്തം താൻ നിർവഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിസ്മസ് കാലയളവിൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ യേശുക്രിസ്തു 12 വയസ്സായ സമയത്ത് ദേവാലയത്തിലോട്ട് കടന്നുപോയി. ദേവാലയത്തിൽ കടന്നുപോയി അർപ്പിക്കേണ്ടതായ യാഗങ്ങളെല്ലാം അർപ്പിച്ച് തിരിച്ചു വരുന്ന സമയത്ത് യോസഫും മേരിയും വളരെ സന്തോഷത്തോടു കൂടെ തിരിച്ചു വന്നു. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരോടുകൂടെ യേശു ഇല്ല എന്നുള്ളത്. യേശു ഉണ്ട് എന്നുള്ള ചിന്തയാലാണ് അവരെ കടന്നു വന്നത്, പക്ഷേ യേശു ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനേക ക്രിസ്മസ് ആഘോഷങ്ങൾ യേശു ഇല്ലാതെയാണ് ആഘോഷിക്കുന്നത്. ജോസഫും മറിയും തിരിച്ച് കടന്നു വന്നപ്പോൾ യേശു ക്രിസ്തു ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് പരീശന്മാരോടും ശാസ്ത്രിമാരോടും വാദിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മളോട് കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തോടു കൂടെ നാം വസിക്കുമ്പോൾ ദൈവമുണ്ട് എന്നുള്ളതായ ബോധം നമുക്ക് വരേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലയളവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് ഇടയാക്കട്ടെ. അപ്പോൾ ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മളെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അവകാശം കൊടുത്തു. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നാം അംഗീകരിക്കുമ്പോൾ ആ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. ആ വസിക്കുന്നതാണ് യഥാർത്ഥമായ ക്രിസ്മസ്. യേശു ജനിച്ചത് യെരുശലേമിലാണെങ്കിൽ തന്നെയും ആ യേശു നമ്മളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത്, ജനിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, യേശുക്രിസ്തുവിനോട് നമ്മളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് നാം എന്ന് അംഗീകരിക്കുന്നുവോ ആ അംഗീകരിക്കുന്ന ദിവസം യേശു നമ്മളെ ഉള്ളിലെ വസിക്കുകയാണ്. അപ്പോൾ ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥം, രണ്ടാമത്തെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. പലരുടെയും ചിന്ത ദൈവം ആ മലയിൽ വസിക്കുന്നു, ദൈവം ഈ പള്ളിയിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ഈ മോസ്കിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ ദൈവമുണ്ട് എന്നുള്ള ചിന്തയാണ് പലർക്കും ഉള്ളത്. എന്നാൽ ഈ ഉടയവനായ ദൈവം നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്നതാണ് ഏറ്റവും വലിയ ക്രിസ്മസ്, ഏറ്റവും വലിയ യേശുവിൻ്റെ ജനനമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിലോട്ട് കടന്നു വന്നിട്ടില്ലെങ്കിൽ, ദൈവം ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് ഈ സമയത്ത് ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് നിങ്ങൾക്ക് ക്ഷയിക്കാം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തോട്ട് കടന്നു വരികയും അവനോടുകൂടെ കൂട്ടായ്മ ആചരിക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ ബന്ധമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ക്രിസ്മസ്. അങ്ങനെ ഒരു ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇമ്മാനുവൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമുക്ക് വേണ്ടി എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, നിനക്ക് വിരോധമായി
ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. യഹോവയുടെ പക്ഷം നമുക്കുണ്ട് എന്നുള്ളതാണ്. സങ്കീർത്തനം 118:6 വായിക്കുന്നത്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. അപ്പോൾ ഈ ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥം, മൂന്നാമത്തെ അർത്ഥം, ദൈവം നമുക്ക് വേണ്ടി നിലനിൽക്കുമെന്നുള്ളതാണ്. ശത്രുവിൽ നിന്ന് നമ്മളെ വിടുവിപ്പാനായിട്ട് നമുക്ക് വേണ്ടി പോരാടുന്ന ദൈവമുണ്ട് എന്നുള്ളതാണ്. പല സമയങ്ങളിലും നമ്മളാണ് പോരാടുന്നത്, നമ്മളാണ് വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഇമ്മാനുവേൽ. ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പൊരുതും. നിങ്ങൾ പൊരുതേണ്ടതായ ആവശ്യമില്ല. നാലാമത്തെ കാര്യം, ഇമ്മാനുവേൽ എന്ന പദത്തിൻ്റെ അർത്ഥം ഗോഡ് ഈസ് എബവ് us, നമുക്ക് മീതെയുള്ളവനായ ദൈവം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവൻ. അപ്പോൾ ദൈവം മീതെയുള്ളവനായ ദൈവമാണ്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം മീതെ വസിക്കുന്നവനായ ദൈവം. മീതെ വസിക്കുമ്പോൾ തൻ്റെ ജനങ്ങൾ, തൻ്റെ മക്കൾ എവിടെ പോകുന്നു, എവിടെ ഇരിക്കുന്നു, എവിടെ യാത്ര ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നോക്കി കാണുവാൻ തക്കവണ്ണം ആ ദൈവത്തിന് കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ മറ്റൊരു വാക്യം കൂടെ ഇപ്രകാരം പറയാണ്, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികൻ ആകുന്നു. അപ്പോൾ ദൈവം മുകളിൽ വസിക്കുന്നവനായ ദൈവമാണ്. അങ്ങനെയുള്ള ദൈവമാണ് നമ്മളുടെയും നിങ്ങളുടെയും ദൈവം. ആ ദൈവമാണ് ഇമ്മാനുവേൽ എന്ന് നമ്മൾ പറയപ്പെടുന്നത്. 5-ാമത്തെ കാര്യം, ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥം കരുതുവനായ ദൈവം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. എത്രയോ ആശ്വാസം നൽകുന്നതായ ഒരു വാക്യമാണ് ഇത്. ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം കരുതുന്നവനായ ദൈവം. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ചാർച്ചക്കാർക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം. എങ്ങനെയാണ് ആ ദൈവം കരുതുന്നത്? നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, അവൻ നിങ്ങളെ കരുതുമെന്നുള്ളതാണ്. അങ്ങനെ വാഗ്ദത്തം ചെയ്ത ഒരു ദേവനോ ദേവിയോ ഈ ലോകത്തിലില്ല, ഒരു മനുഷ്യനും ഇല്ല. ആ ദൈവമാണ് ഇമ്മാനുവേലായ ദൈവം. എന്താണ്? നിങ്ങൾ സകല ചിന്തകളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ മേൽ നമ്മൾ ചിന്താകുലം ഇടാനായിട്ട് നാം മടി കാണിക്കുന്നവരാണ്. നമ്മളെ ചിന്താഭാരങ്ങളെല്ലാം നമ്മളാണ് ചുമന്നു കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ വാക്യം ഇന്ന് ഈ ക്രിസ്മസ് സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്താണ്? നിങ്ങളുടെ സകല ചിന്താഭാരങ്ങളും ദൈവത്തിലേക്ക് ഏൽപ്പിക്കുക. നിങ്ങൾ ഫ്രീ ആകുക. ആ ദൈവം നിങ്ങളെ ചിന്താകുലങ്ങൾ എടുത്ത് അതിനുവേണ്ട എല്ലാ പരിഹാരങ്ങളും നൽകും. അതിന് യാതൊരു സംശയമില്ല. ഒരു വാക്യം കൂടെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനം 55-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 22-ാം വാക്യം, നിന്റെ ഭാരം യഹോവമേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എത്രയോ ആശ്വാസവും സമാധാനവും സന്തോഷം നൽകുന്ന ഒരു വാക്യം. പുലർത്തുന്നവനായ ഇമ്മാനുവേലായ ദൈവം, ആ ദൈവത്തിൽ നമുക്ക് പരിപൂർണമായിട്ട് ആശ്രയിക്കാം. ഒരു മടി കൂടാതെ നമ്മളെല്ലാ ഭാരങ്ങളും ആ ദൈവത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിപ്പാനായിട്ട് കഴിയും. 6-ാമത്തെ കാര്യം, ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം താങ്ങുന്നവനായ ദൈവം. സങ്കീർത്തനം 63-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഈ താങ്ങുന്നതായ വലങ്കരം എന്നുള്ളത് മാനുഷികമായ ഒരു കരമല്ല, ഇത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവമാണ് നമ്മളെ താങ്ങുന്നത്. ഈ വർഷത്തിലെ എത്രയോ പ്രാവശ്യം നാം വീഴുവാനായിട്ട് ഇടയായി തീർന്നു, അല്ലെങ്കിൽ വീഴാനായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോഴെല്ലാം നമ്മളെ വലങ്കരം പിടിച്ചുകൊണ്ട് താങ്ങി നിർത്തുവനായ ദൈവമാണ്. അപ്പോൾ ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നെ താങ്ങുന്നതായ ദൈവം. എന്നെ താങ്ങുന്നതായ ദൈവം. എത്രയോ സന്തോഷകരമായ ഒരു വാക്യമാണ് അതുള്ളത്. ആരെല്ലാം താങ്ങുമെന്ന് പറഞ്ഞാലും അവരെല്ലാം താൽക്കാലികമായിട്ടേ താങ്ങത്തുള്ളൂ. എന്നാൽ
നിത്യനായ ദൈവം താങ്ങാമെന്ന് പറഞ്ഞാൽ അവൻ നിത്യമായിട്ട് തന്നെ നമ്മളെ താങ്ങും, അതിന് യാതൊരു സംശയമില്ല. 146 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥരെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. അനാഥരെയും വിധവകളെയും സംരക്ഷണം ചെയ്യുന്ന ഇമ്മാനുവേൽ. ഈ ഇമ്മാനുവേലിലാണ് നാം ആശ്രയിക്കേണ്ടത്. കാരണം എന്ന് ചോദിച്ചാൽ മറ്റെല്ലാ സംരക്ഷണങ്ങളും താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം നിത്യമായ ഒരു സംരക്ഷണമാണ്. 7ാമത്തെ കാര്യം, ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് അറൗണ്ട് അസ്. നമുക്ക് ചുറ്റും നിൽക്കുന്നതായ ഒരു ദൈവം. 134 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ എത്രയോ തവണ ശത്രുവിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടത് തനിക്ക് ലഭിച്ചതായ ആയുധങ്ങളിൽ നിന്നോ അവൻ്റെ കഴിവുകളിൽ നിന്നോ അല്ല, പിന്നീട് യഹോവയുടെ ദൂതന്മാർ അവന് ചുറ്റും പാളയമിറങ്ങി അവനെ സംരക്ഷിക്കുന്നതാണ്. നമുക്കറിയാം ഇയ്യോബിൻ്റെ ജീവചരിത്രം. ഇയ്യോബിൻ്റെ ചുറ്റും വേലി ചുറ്റി സംരക്ഷിച്ചിരിക്കുകയാണ്. സാത്താന് ദൈവസാന്നിധ്യം നിൽക്കുന്ന സമയത്ത് വെറുതെയാണോ അവൻ ഇയ്യോബ് നിന്നെ തള്ളി പറയാത്തത്? നീ അവൻ്റെ ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ ആശ്വസിപ്പിക്കാവുന്നതായ അല്ലെങ്കിൽ സന്തോഷിക്കാവുന്നതായ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, എൻ്റെ ചുറ്റും പാളയമിറങ്ങി എന്നെ സംരക്ഷിക്കുന്നവനായ ഒരു ദൈവത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്ക് ഈ ഇമ്മാനുവേലിനോട് കൂടെ ചേർന്ന് നിൽക്കാം. നമുക്ക് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നോഹ ദൈവത്തോടു കൂടെ നടന്നു. നീതിമാനായ നോഹ ദൈവത്തോടു കൂടെ നടന്നു, അതുകൊണ്ട് ദൈവം അവനെ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സംരക്ഷണം, ആ ഇമ്മാനുവേലിൻ്റെ പരിപാലനം, ഇമ്മാനുവേലിൻ്റെ കരുതൽ, ഇമ്മാനുവേലിൻ്റെ സംരക്ഷണം എല്ലാം നമുക്ക് ഈ വർഷത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ക്രിസ്മസ് കാലയളവിൽ ഇങ്ങനെയുള്ള ഒരു ഇമ്മാനുവേലിൻ്റെ കൂടെയാണ് നാം ക്രിസ്മസ് ആചരിക്കേണ്ടത്, അതിന് യാതൊരു സംശയമില്ല. നമ്മൾ അടുത്ത വർഷത്തിലോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. പല ആകുല ചിന്തകളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പദ്ധതി ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയാം. എല്ലാം തന്നെ നിറവേറുമെന്ന് നമുക്ക് 100% വിശ്വസിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഇമ്മാനുവേലായ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ധൈര്യത്തോടു കൂടെ നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. കാരണം എന്താ ചോദിച്ചാൽ, ഇമ്മാനുവേൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തമായ ദൈവം നമ്മളോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്. അത് ശങ്കിക്കാതെ ഭയപ്പെടാതെ അവനുകൂടെ നമുക്ക് നിൽക്കാം. ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്ന ഒരു സമർപ്പണമാണ്. ഞാൻ അടുത്ത വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ വർഷത്തിൽ ദൈവത്തോട് കൂടുതൽ നടന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഇനിയും നടക്കും. അവൻ എൻ്റെ കരം പിടിക്കും, എല്ലാ പ്രയാസങ്ങളിലും അവൻ എന്നെ സംരക്ഷിക്കും. അങ്ങനെയുള്ള വിശ്വാസത്തോടുകൂടെ നാം പുതിയ വർഷത്തിലേക്ക് ഒരു സമർപ്പണത്തോടു കൂടെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് പ്രതികൂലങ്ങൾ വന്നാലും അതിനെല്ലാം ചെയ്യാനുള്ള ദൈവകൃപ നമുക്ക് സൗജന്യമായി നൽകും, ധാരാളമായി നൽകും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ദൈവസന്നിധിയിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് ധൈര്യസമേതം അടുത്ത വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത വർഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ തന്നെയും നമ്മളെ പിടിച്ചിരിക്കുന്നവൻ ആരാണെന്ന് നമുക്കറിയാം. നമ്മളെ കരങ്ങളെ പിടിച്ചിരിക്കുന്നവൻ ആരാണെന്ന് നമുക്കറിയാം. നമ്മളെ നടത്തുന്നവൻ ആരാണെന്ന് നമുക്കറിയാം. അവനിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സകല അടഞ്ഞ വാതിലുകളും അവൻ നമുക്ക് വേണ്ടി തുറക്കും. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കലും അപ്പുറമായിട്ട് അവൻ നമ്മളെ നടത്തും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ അടുത്ത വർഷത്തിലേക്ക് നമ്മളുടെ കാലുകളെ വയ്ക്കാം. പുതിയ ഒരു നൂതന സംവത്സരം നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ പഴയ കാര്യങ്ങളിൽ കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടാതെ പുതുതായിട്ട് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ളതായ സമർപ്പണത്തോടുകൂടെ പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ
തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ പരിപാലനം നമുക്കുണ്ടാകും, ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടാകും, ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായിട്ട് നമുക്ക് ആസ്വദിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ളതായ ഇമ്മാനുവേലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.